നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. പാർലമെന്റ് നടപടികൾ സുഗമമാക്കാൻ സഹകരിക്കണമെന്ന് പ്രതിപക്ഷത്തോട് സർക്കാർ. ആദായനികുതി ഭേദഗതി ബില്ലടക്കം 8 ബില്ലുകൾ പരിഗണനയിൽ. നിയുക്ത MP സി സദാനന്ദൻ മാസ്റ്റർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശ് ക്ലീനാക്കി യോഗി സർക്കാർ. ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ സ്വീകരിച്ചത് കടുത്ത നടപടി. 7 വർഷത്തിനിടെ ജയിലിലടച്ചത് 30,694 ക്രിമിനലുകളെ. ലക്ഷദ്വീപിനെ തന്ത്രപ്രധാന കേന്ദ്രമാക്കാൻ ഭാരതം. നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. മിത്രാദ്വീപ് ഏറ്റെടുക്കാൻ നീക്കം. സാമൂഹിക ആഘാത പഠനത്തിനൊരുങ്ങി ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ്. റഷ്യയുമായി സമാധാന ചർച്ചകൾ തുടരാമെന്ന് ഉക്രൈൻ. വെടിനിർത്തൽ ധാരണയിലെത്താൻ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്ന് സെലൻസ്കി. സന്നദ്ധത അറിയിച്ച് പുടിനും. വിശദമായ വാർത്തയിലേക്ക്. 1 മാസം നീളുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പാർലമെന്റ് നടപടികൾ സുഗമമാക്കാൻ സഹകരിക്കണമെന്ന് സർക്കാർ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആദായ നികുതി ഭേദഗതി ബില്ലടക്കം 8 ബില്ലുകളാണ് വർഷകാല സമ്മേളനം പരിഗണിക്കുന്നത്. നാളെ ആരംഭിച്ച് അടുത്ത മാസം 21 വരെ വർഷകാല സമ്മേളനം നീളും. 8 സുപ്രധാന ബില്ലുകളാണ് ഇക്കാലയളവിൽ പാർലമെന്റ് പരിഗണിക്കുക. കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ശേഷം പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയച്ച ആദായ നികുതി ബിൽ ഈ സമ്മേളനത്തിൽ പാസ്സായേക്കും. നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ, നാഷണൽ ആന്റി ഡോപ്പിംഗ് അമെന്റ്മെന്റ് ബിൽ, മൈൻസ് ആൻഡ് മിനറൽസ് അമെന്റ്മെന്റ് ബിൽ, പൈതൃക സ്ഥലങ്ങളും വസ്തുക്കളും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ലാൻഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആൻഡ് ലാൻഡ് റിമൈൻസ് ബിൽ, കൂടാതെ മണിപ്പൂർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അമെന്റ്മെന്റ് ബിൽ, ജൻ വിശ്വാസ് അമെന്റ്മെന്റ് ബിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അമെന്റ്മെന്റ് ബിൽ, ടാക്സേഷൻ ലോ അമെന്റ്മെന്റ് ബിൽ എന്നീ ബില്ലുകളും സഭ പരിഗണിക്കും. സഭാ നടപടികൾ സുഗമമാക്കാൻ സഹകരണം ലക്ഷ്യം വെച്ച് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ജനങ്ങൾക്കും രാജ്യത്തിനും താൽപര്യമുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും അനാവശ്യമായി സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും സർവകക്ഷി യോഗത്തിൽ സർക്കാർ അഭ്യർത്ഥിച്ചു. അതേസമയം പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, അഹമ്മദാബാദ് വിമാനാപകടമടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ജനം, ഡൽഹി. പഹൽഗാം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ ദിനം മുതൽ സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞയും നാളെ നടക്കും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവരും കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. അപ്പം സഭാ നടപടികൾ പ്രക്ഷുബ്ധമാക്കാനുള്ള ഒരു നീക്കം തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തിനും ഉണ്ടാവുക? നാളെ ആദ്യ നടപടി എന്ന നിലയിലായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. നിലവിൽ 4 പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക്. 4 പേരുടെയും സത്യപ്രതിജ്ഞ നടക്കും. മലയാളികൾ കാത്തിരിക്കുന്നത് സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞ അതുമായി ബന്ധപ്പെട്ടാണ്. അത് സത്യപ്രതിജ്ഞാ നടപടികൾ നാളെയാണ് നടക്കാൻ പോകുന്നത്. അദ്ദേഹം ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. BJP നേതാക്കളെ എല്ലാവരെയും തന്നെ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ആശംസകൾ ഇതിനോടകം തന്നെ അറിയിച്ചതാണ്. സ്വാഭാവികമായും അതുതന്നെയായിരിക്കും BJPയെ സംബന്ധിച്ചിടത്തോളം, BJP ഭരണകക്ഷി ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, ഈ സഭാ സമ്മേളനം നടക്കുമ്പോൾ അത് ഈ വർഷകാല സമ്മേളനം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇതിനോടകം ഇന്ത്യ മുന്നണി അവരവരുടെ യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ശക്തമായി തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് എത്രത്തോളം തിരിച്ചടി നേരിട്ടു എന്നതാണ് രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ട വിഷയം. ഈ സംഭവം നടന്ന സമയം മുതൽ രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യക്ക് എത്ര തിരിച്ചടി കിട്ടി എന്നുള്ളതാണ്. പാകിസ്ഥാൻ പോലും ചോദിക്കാത്ത സമയത്താണ് രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും ഈ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്.
ഒപ്പം അഹമ്മദാബാദ് വിമാന ദുരന്തമടക്കം ഈ ഇത്തവണത്തെ വർഷകാല സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനർത്ഥം സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്, സഭാ നടപടികൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. മറ്റ് ചില ബില്ലുകൾ കൂടി ഇത്തവണത്തെ വർഷകാല സമ്മേളനത്തിൽ വരുന്നുണ്ട്. അത്ര പാസ്സാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടേറിയ ബില്ലുകൾ യാതൊന്നും തന്നെ നിലവിലില്ല. കാരണം മതിയായ ഭൂരിപക്ഷം സർക്കാരിനുള്ളതിനാൽ ആ പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധികളില്ല. പ്രതിപക്ഷം ഈ സഭാ നടപടികൾ അലങ്കോലമാക്കരുത് എന്ന് ഇതിനോടകം തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഭരണപക്ഷം. എന്തായിരിക്കും അവരുടെ നിലപാട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭരണകക്ഷി സ്വീകരിക്കാൻ പോകുന്ന അവരുടെ പ്രതിരോധം. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിമിനലുകൾക്കെതിരെ ഉണ്ടായത് കർശന നടപടിയാണ്. 2017 ശേഷം സംസ്ഥാനത്ത് പോലീസ് നടത്തിയ ഏറ്റുമുട്ടലിൽ 238 പേർ കൊല്ലപ്പെട്ടതായാണ് പോലീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. 30,000-ത്തിലധികം ക്രിമിനലുകളെയാണ് ജയിലിനുള്ളിലാക്കിയത്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ 14,973 പോലീസ് ഏറ്റുമുട്ടലുകളിലായി 238 പേർ കൊല്ലപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി രാജീവ് കൃഷ്ണ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. 9,467 പേരെ പോലീസ് കാലിൽ വെടിവെച്ചിട്ടു. 30,694 പേരെ ഗുണ്ടാ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തതായും പോലീസ് മേധാവി അറിയിച്ചു. യുപിയിലെ ക്രമസമാധാന പ്രശ്നം അമർച്ച ചെയ്യാൻ മുൻകാലങ്ങളിലില്ലാത്ത വിധം സാധിച്ചെന്ന് DGP പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ നടന്നത് പടിഞ്ഞാറൻ യുപിയിലാണ്, പ്രത്യേകിച്ച് മീററ്റ് മേഖലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 7,969 പേരാണ്. ഇവിടെ പോലീസ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റവരുടെ എണ്ണം 2,911 ആഗ്രയിൽ 5,529 പേരും ബറേലിയയിൽ 4,383 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ യഥാക്രമം 741 പേർക്കും 921 പേർക്കും പരിക്കേറ്റു. വാരണാസി ഉൾപ്പെടുന്ന കിഴക്കൻ യുപിയിൽ 2,029 ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തെന്നാണ് പോലീസ് കണക്ക്. 620 പേർക്ക് പോലീസ് നടപടികളിൽ പരിക്കേറ്റു. പടിഞ്ഞാറൻ യുപിയിലെ ഗൗതം ബുദ്ധ് നഗർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത്. 1,989 പേരെയാണ് ഗൗതം ബുദ്ധ് നഗറിൽ അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ വെടിവയ്പിൽ 1,180 പേർക്ക് പരിക്കേറ്റു. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ രാജ്യത്ത് തന്നെ കുപ്രസിദ്ധി ആർജിച്ച ഉത്തർപ്രദേശ് മാറുകയാണ്. UP സർക്കാരിന്റെ കർശന നടപടികളിൽ ക്രിമിനലുകളിൽ ഭയമുളവാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിക്ക് തിരിച്ചടിയായത് മുന്നണിയിലെ ഉൾപ്പോരെന്ന് ഉദ്ധവ് താക്കറെ. നമ്മൾ എന്നതിന് പകരം ഞാൻ മാത്രമായി പ്രതിപക്ഷ സഖ്യം ചുരുങ്ങിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാർട്ടി മുഖപത്രമായ സാമ്നയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്ധവ് താക്കറെയുടെ വിമർശനം. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ ആഭ്യന്തര കലഹമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ദയനീയ പരാജയത്തിലേക്ക് നയിച്ചതെന്ന് സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്ധവ് താക്കറെ തന്നെ തുറന്നു പറയുന്നു. കോൺഗ്രസും ശരത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും സഖ്യത്തെക്കാൾ സ്വന്തം വിജയത്തിനായി മാത്രമാണ് പരിശ്രമിച്ചത്. നമ്മൾ എന്ന നയത്തിന് പകരം ഞാൻ മാത്രമായി പ്രതിപക്ഷ സഖ്യം ചുരുങ്ങിയതായും താക്കറെ തുറന്നു പറഞ്ഞു. സ്വന്തം നേട്ടത്തിനായി പരസ്പരം മത്സരിച്ച നടപടിയാണ് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തെ ദയനീയ പരാജയത്തിലേക്ക് നയിച്ചത്. സീറ്റുകൾക്കായി അവസാന ദിവസം വരെ പരസ്പരം പോരടിച്ചു. മുൻപ് വിജയിച്ച 4-5 സീറ്റുകൾ പോലും വിട്ടു നൽകേണ്ടി വന്നു. പരസ്പരം പോരടിച്ചത് വോട്ടർമാർക്കിടയിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതായും പാർട്ടി മുഖപത്രമായ സാമ്നയിൽ നൽകിയ അഭിമുഖത്തിൽ ഉദ്ധവ് താക്കറെ തുറന്നു പറയുന്നു. തെറ്റുകൾ ആവർത്തിച്ചാൽ ഇനി സഖ്യത്തിന്റെയോ കൂടിച്ചേരലുകളുടെയോ ആവശ്യമില്ലെന്നും ഉദ്ധവ് താക്കറെ മുന്നറിയിപ്പ് നൽകി. ജനം, ഡൽഹി. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് തയ്യാറെന്ന് അറിയിച്ച് വ്ളാഡിമിർ പുടിൻ. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. സംഘർഷം അവസാനിപ്പിക്കുന്ന വിഷയത്തിൽ റഷ്യയുടെ താൽപ്പര്യങ്ങൾ വ്യക്തമാണ്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ദീർഘകാല നടപടിയെന്നും ക്രെംലിൻ വക്താവ് കൂട്ടിച്ചേർത്തു. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു സമവായ നീക്കങ്ങളുണ്ടായിരുന്നു. ശുഭസൂചനയായി ഇതിനെയൊക്കെ കാണാൻ സാധിക്കുമോ? തീർച്ചയായും സുരേഷ്, ശുഭസൂചനയായി തന്നെയാണ് അതിനെ കാണേണ്ടത്. കാരണം നമുക്കറിയാവുന്നതാണ് 50 ദിവസത്തിനകം ഈ യുദ്ധത്തിന് ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങണം, അല്ലെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഓരോരോ ഘട്ടങ്ങളായി പല നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രസ്താവനയാണ്. അത് സമാധാന ചർച്ചകൾ തുടരാൻ, ഏത് രീതിയിലും സമാധാന ചർച്ചകൾ തുടരാൻ തയ്യാറാണ്, വെടിനിർത്തലാണ് മുഖ്യ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നതിന് തൊട്ട് പിന്നാലെയാണ്
ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ്റെ ഒരു നിലപാടും പുറത്തു വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിൻ്റെ ഭാഗത്തു നിന്ന് ഈ നിലപാട് അല്പസമയം മുമ്പാണ് പുറത്തു വരികയും ചെയ്തത്. പക്ഷേ റഷ്യ തങ്ങളുടെ നിലപാട് പറയുമ്പോൾ തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് തന്നെ യുക്രൈൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന എന്നാൽ റഷ്യയോട് വിധേയത്വം പുലർത്തുന്ന രണ്ട് പ്രവിശ്യകളുടെ യുക്രൈനുമായി തെറ്റി നിൽക്കുന്ന രണ്ട് റഷ്യൻ എത്നിക് ഒറിജിനുള്ള രണ്ട് പ്രവിശ്യകളിലെ അധികാരം സംബന്ധിച്ചും നിയന്ത്രണം സംബന്ധിച്ചുമാണ്. അത്തരത്തിലുള്ള ആ സംവിധാനങ്ങൾക്കൊരു പരിഹാരം കാണുകയാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമാകാമെന്നൊരു നിലപാടാണ് റഷ്യയ്ക്ക് ഈ കാര്യത്തിലുള്ളത്. അതുതന്നെയാണ് നടക്കേണ്ടത് എന്ന നിലപാടുമാണ് ഇപ്പോൾ ദിമിത്രി പെസ്കോവ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഒരു സമാധാന സൂചകമാണ് കാര്യങ്ങളെങ്കിൽ കൂടി കുറേ കൂടി നീണ്ടുപോകാനുള്ളൊരു സാധ്യത, അതായത് ചർച്ചകളും വെടിനിർത്തലും എല്ലാം തന്നെ ദീർഘിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിൽ കൂടി അതൊരു പ്രതീക്ഷ നൽകുന്നതാണ്. എന്തുതന്നെയായാലും 3 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഒന്നൊന്നായി തെളിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് രണ്ട് രാഷ്ട്ര നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്ഥിരീകരണങ്ങളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. സുരേഷ് ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. ലക്ഷദ്വീപിനെ രാജ്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രമാക്കാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. പ്രതിരോധ താവളമാക്കി മാറ്റാൻ ബിത്ര ദ്വീപിനെ ഏറ്റെടുക്കാനാണ് നീക്കം. ഇതിന് മുന്നോടിയായി സാമൂഹിക ആഘാത പഠനത്തിന് ലക്ഷദ്വീപ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ലക്ഷദ്വീപ് സമൂഹത്തിലെ ജനവാസ ദ്വീപുകളിലൊന്നാണ് ബിത്ര. തന്ത്രപ്രധാന സ്ഥാനവും സുരക്ഷാ പ്രാധാന്യവും കണക്കിലെടുത്താണ് ബിത്ര ദ്വീപിനെ പൂർണ്ണമായി പ്രതിരോധ നയതന്ത്ര ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രാമസഭകൾ ഉൾപ്പെടെ സംഘടിച്ചാകും സാമൂഹിക ആഘാത പഠനം നടത്തുക. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ ശിവം ചന്ദ്ര പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാകും. ദ്വീപ് പൂർണ്ണമായി ഏറ്റെടുക്കുന്നതോടെ ഇവിടുത്തെ താമസക്കാരെ ഉൾപ്പെടെ സർക്കാർ പുനരധിവസിപ്പിക്കും. 2013 റീഹാബിറ്റലേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകും. ലക്ഷദ്വീപിലെ റവന്യൂ വകുപ്പിനെ ഇതിനോടകം പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ INS ജഡായു എന്ന പേരിൽ പുതിയ നാവികസേനാ താവളം കമ്മീഷൻ ചെയ്തിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിലുൾപ്പെടെ തന്ത്രപ്രധാന നീക്കമായിട്ടാണ് ഭാരതം ഇത് വിലയിരുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് സൈനിക താവളത്തിനായും നീക്കം സജീവമായത്. നാഷണൽ ഡെസ്ക്, ജനം. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.